വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടൻ മോഹൻലാൽ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നത് ഉച്ചയ്ക്ക് 2:30 മാറ്റിവെച്ചു. ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, ഉച്ചയ്ക്ക് 2:30 ഇനി പരിഗണിക്കുക അല്ലേ? ഇന്ന് രാവിലെ മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. മോഹൻലാലിന് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകൻ ഈ AI വീഡിയോകളും അതുപോലെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോകളും ഒക്കെ ഉപയോഗിച്ച് ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെ നടക്കുന്നുവെന്നാണ് കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തൻ്റെ ശബ്ദം ക്ലോൺ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ശബ്ദം ക്ലോൺ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നതിന് യൂട്യൂബിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോകൾ ഉണ്ട് എന്നുമാണ് മോഹൻലാലിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. തൻ്റെ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഉപയോഗിച്ച് പല ഈ വാണിജ്യ സ്ഥാപനങ്ങളും ഈ അവരുടെ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ഇത് തടയണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ ഹർജിയിൽ എതിർകക്ഷികളായ ആമസോൺ, അതുപോലെ തന്നെ യൂട്യൂബ്, മെറ്റ എന്നിവയുടെ വാദം കേൾക്കുവാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. ഇതിൽ ആമസോണിന്റെയും യൂട്യൂബിന്റെയും അഭിഭാഷകർ കോടതിയിൽ ഹാജരായിരുന്നു. മെറ്റയുടെ അഭിഭാഷകൻ ആദ്യം ഹാജരായിരുന്നില്ല. പിന്നീട് ഹാജരായിരുന്നപ്പോൾ ഈ ഹർജിയുടെ പകർപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് വൈകിട്ട് ഉച്ചയ്ക്ക് 2:30 ഈ ഹർജി വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും മോഹൻലാൽ ആക്ഷേപാർഹം എന്ന് പറഞ്ഞ ഈ ലിങ്കുകൾ മാറ്റാൻ നിർദ്ദേശിക്കുമെന്നാണ് കോടതി ഇപ്പോൾ വാക്കാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആമസോണിനോടും യൂട്യൂബിനോടും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മെറ്റയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക. ഇന്ന് 2:30 കേസിൽ വീണ്ടും വാദം കേൾക്കൽ ആരംഭിക്കുന്നതായിരിക്കും. തുടർന്ന് മെറ്റയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു ഇടക്കാല ഉത്തരവ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാനാണ് സാധ്യത.